ഏട്ടാ, എന്തോ ചില ദോഷങ്ങൾ കണിമംഗലത്തിനെ ബാധിച്ചിട്ടുണ്ട്. അതെന്താണെന്നറിഞ്ഞ് പരിഹരിക്കാന്നുള്ളതാണ് ഉദ്ദേശം. കുടുംബത്തിൽ എന്തെങ്കിലും ചെറിയ ചെറിയ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതിന് സാധാരണ നമ്മൾ വിളിക്കുന്ന ജ്യോത്സ്യന്മാരുണ്ടല്ലോ. പരിഹാരത്തിന് നമ്മുടെ ക്ഷേത്രത്തിലെ പൂജാരിമാരും ഉണ്ട്. പിന്നെന്തിനാ പുതിയൊരാള്? അതെന്റെ തീരുമാനമാണ്. പഴയ കണിമംഗലം അല്ലല്ലോ ഇപ്പോഴത്തെ കണിമംഗലം. അന്തേവാസികൾക്ക് പല അഭിപ്രായം ഉണ്ടാവും. പക്ഷെ ഉടമയായ ഞാൻ തീരുമാനിക്കുന്നതാണല്ലോ നടക്കേണ്ടത്. ഉടമസ്ഥാവകാശത്തെപ്പറ്റി ഒരു തർക്കവും ഇല്ല. ഇനിയിപ്പോ കണിമംഗലത്ത് കൂടിയ പാപദോഷങ്ങൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒരു പേടിയില്ല. ജീവനെക്കുറിച്ചോ ജീവിതത്തെക്കുറിച്ചോ ഭയപ്പെടുന്നവർക്കല്ലേ അതിന്റെ ആവശ്യം. എന്നെയും പത്മിനിയും സംബന്ധിച്ചിടത്തോളം ഇന്നെങ്കിൽ ഇന്ന്, നാളെയെങ്കിൽ നാളെ, അത്രേ ഉള്ളൂ ചിന്ത. അല്ലാതെ എന്ന് കരുതി മറ്റുള്ളവരോട് വൈരാഗ്യ ബുദ്ധിയോടെ ചിന്തിക്കുകയില്ല ചന്ദ്രശേഖര. നീ നിന്റെ ഭാര്യയും മകനും ഒക്കെ സുഖമായിട്ടിരിക്കണമെന്ന് തന്നെയാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അതിനുള്ള മാർഗങ്ങൾ എന്ത് ചെയ്താലും അതിന് സന്തോഷിക്കുകയുള്ളൂ. കൽപ്പന, തിരുമേനിയായിരിക്കും. ചെന്ന് കൂട്ടിക്കൊണ്ടുവരൂ. നമസ്കാരം തിരുമേനി. തിരുമേനി വരൂ, എല്ലാരും കാത്തിരിക്കും. നമസ്കാരം തിരുമേനി, വരൂ. നമസ്കാരം. പരമേശ്വരൻ സാർ ഓർക്കുന്നുണ്ടോ എന്നെ? ഉവ്വ്. മുമ്പൊരിക്കൽ കോട്ടയിൽ കോവിലകത്ത് വന്നപ്പോ അവിടെ വച്ച് പരിചയപ്പെട്ടിരുന്നു നിങ്ങളെ. അന്ന് വേറെന്തോ ഒരു ആവശ്യത്തിനല്ലേ വന്നത്? എത്ര വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്. ഇതാണ് കാരണവരുടെ കൃത്യനിഷ്ഠ എന്ന് പറയുന്നത്. തിരുമേനി, കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമായി നോക്കണം. ഈ വീടിന്റെയും ചുറ്റുവട്ടത്തിന്റെയും രജിസ്ട്രേഷൻ മാറിയതിനു ശേഷം ഇങ്ങനൊരു നോട്ടം ഉണ്ടായിട്ടില്ല. നോക്കാം. കൊണ്ടുവരും.